ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. ബിക്കോസ് നാളെയാണ് നമ്മളെ ന്യൂ ഇയർ വരുന്നത്. ഇന്ന് 2024 ലാസ്റ്റ് ഡേ ആണ്, December 31. അപ്പം എല്ലാവരും ഓരോരോ പ്രോഗ്രാംസിലാണ് ന്യൂ ഇയർ ആയിട്ട്. ചിലർ ട്രിപ്പ് പോകുന്നുണ്ട്, ചിലർ നമ്മളിപ്പോൾ കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ കാലിക്കറ്റ് ബീച്ചിലോട്ടൊക്കെ ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്ന് പുറത്തിറങ്ങാതെ നമ്മൾ വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ വർഷവും അധികം ഈ ഒരു ടൈം നമ്മളധികം പുറത്ത് പോകാറില്ല, കാരണം ഭയങ്കര ക്രൗഡായിരിക്കും, പിന്നെ മോളെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് കുറച്ച് ചടങ്ങ് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യണു, ബീർ വാങ്ങി അടിക്കണു, ഇത്ര ഒരു എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹൗസ് മെമ്പേഴ്സൊക്കെ ആയിട്ട് കൂടി ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ജാനു ഹായ് പറഞ്ഞേ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇനി കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് ന്യൂ ഇയർ ആയിട്ട്? സേ സംതിങ്. അത് പിടിച്ചു വലിക്കരുത്, വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാ മതി കുട്ടി. ഓ യെസ്. ഫസ്റ്റ് നമ്മുടെ അറ്റംപ്റ്റ് ആണ് ചിക്കൻ. നമ്മൾ മസാല ഒക്കെ തേച്ച് ഇവിടെ അക്നൈറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പം ഈ മസാല തേക്കുന്ന ചടങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിക്കൻ മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ്. മെന്നൂസാണ് കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. മുളക് പൊടിയും എല്ലാ മസാലകളും നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുഴച്ച് വെച്ചതിന് ശേഷമാണ് ഇതിലോട്ട് പുരട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ബട്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ചിക്കൻ കുഴച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ മേമ വന്നിട്ടുണ്ട്. മേമയാണ് ഇതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നത്. ഇങ്ങനെ കലക്കാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അമ്മന്റെ മുഖം നോക്കി. എപ്പടി ഇருக்கு കടിഞ്ഞില് അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ സൈലൻ്റ് ആയിരിക്കുന്നത് കണ്ട് ഒന്ന് നോക്കിയപ്പോഴാണ് ആള് നല്ല രീതിക്ക് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹായ്. അങ്ങനെ ചേട്ടൻ പോയി ചാർക്കോളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് കത്തിക്കുന്ന ചെറിയൊരു തിരക്കിലാണ്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഫർസിക്കുട്ടൻ അവൻ്റേതായിട്ടുള്ളൊരു സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പാട്ടൊക്കെ പ്ലേ ചെയ്യാണ്. വണ്ടി മാറ്റി വെച്ചതാണോ? എന്തിനാ പോയത്? ചാർക്കോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർപ്പൂരമൊക്കെ ഇട്ടിട്ടാണ് ഇത് കത്തിക്കുന്നത്. അങ്ങനെ ഓക്കെ വന്നിട്ടുണ്ട്. ബട്ട് മുഴുവനായിട്ട് നമുക്ക് ഇതിൽ വെച്ച് കത്തിക്കാൻ കഴിഞ്ഞില്ല. അവസാനം നമ്മൾ ഇതിൽ നിന്നും ഒരു പീസ് എടുത്തുകൊണ്ട് പോയിട്ട് ഗ്യാസിൽ നിന്ന് കത്തിച്ചിട്ടാണ് ഇതിലേക്ക് വന്ന് ആഡ് ചെയ്തത്. അതിന് ശേഷമാണ് മുഴുവനായിട്ടും ഇത് കത്തിയത്. നെക്സ്റ്റ് നമ്മുടെ മിന്നൂസ് ഒരു പാട്ട് പാടുന്നതായിരിക്കും ന്യൂ ഇയർ ആയിട്ട്. ഓക്കെ, ശരി, വെയിറ്റ് ചെയ്ത് പാട്. ഇത് മന്മഥപ്പുയലാ
മണണ്ട്. പഠിക്കണ വലിയത് സ്ഥലത്താ പഠിക്കണുണ്ടല്ലോ അല്ല അടുക്കത്തിന്റെ മോളെ നിന്നെ അധികത്ത് കഥയിലെ റാണിയാക്കാം അത് കഴിഞ്ഞോളം ജനിച്ച് തീർത്താലും ഭൂമിയിലെ ബാക്കി പാടേ ഹലോ 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 ഹായ് ജനുവ ചാർക്കോൾ ഓൾമോസ്റ്റ് കത്തി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ നമുക്കൊന്ന് ടൈം ലാപ്സിൽ ഓടിച്ച് പോയി കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ മെയിൻ ചടങ്ങിൽ കടന്നിട്ടുണ്ട്. ഗ്രില്ലൊക്കെ വെച്ച് ചിക്കൻ ഇത് അതിൻ്റെ മേലെ സെറ്റാക്കി വെച്ചിട്ട് ബട്ടർ നമ്മളൊന്ന് തടവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആയിക്കഴിയാൻ ഇനി കുറച്ച് മിനിറ്റുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾക്ക് കുറേ കലാപരിപാടികളൊക്കെ ബാക്കിയുണ്ട്. കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ നെയ്ബേഴ്സൊക്കെ ഇതേ വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം ഒരു സന്തോഷം അല്ലേ. ചിക്കൻ ഇവിടെ ഫസ്റ്റ് ട്രൈ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും നമ്മളൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പം ഇവരെല്ലാവരും ഇതിൽ നിന്ന് ഓരോ പീസൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ തികയാത്തത് കൊണ്ട് തന്നെ ഏട്ടൻ വീണ്ടും പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസിലാണ് മേമയും മിന്നൂസൊക്കെ ആയിട്ട് നിൽക്കുന്നത്. മിന്നൂസ് ഇവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ചിക്കനും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സെക്കൻഡ് ട്രിപ്പിൽ വാങ്ങി വന്ന ചിക്കൻ മേമ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതും വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മളിതേ അടുത്ത സെക്ഷൻ ചിക്കൻ ഗ്രില്ലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഗ്രില്ല് ഇതിന് കോംബോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ചിക്കനും ആയിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. ചിക്കൻ ചെയ്തത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ പിള്ളേർ അടിപൊളിയായിട്ട് നമുക്കിതെല്ലാം ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു, ബട്ടറൊക്കെ തേച്ചിട്ട്. ഇനി അതിലൊന്നും ബാക്കിയില്ല കഴിക്കാന്. നമുക്ക്